Hi dear children, today let us discuss your textbook page number 62. There is an activity. See, a vessel hold 10 liter of water. One vessel എത്ര ലിറ്റർ വാട്ടർ ആണുള്ളത് 10 liter of water and another vessel hold 15 liter of water. In what all ways can you state the relation between them as time and part? അതായത് ഒരു ഇതിനകത്ത് 10 liter of water. ഇതിനകത്ത് എത്രയാണുള്ളത് 10 liter. ഇതിനകത്തോ 15 liter of water. 15 liter of water. ഒന്നതിനകത്ത് 10 liter ഉണ്ട്, ഒന്നതിനകത്ത് 15 liter of water ഉണ്ട്. അപ്പോൾ നമ്മൾ in what all ways can you state the relation between them time and part? ഇതിന്റെ എത്ര ടൈംസ് ആണെന്നും ഇതിന്റെ എത്ര പാർട്ട് ആണെന്നും നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ടൈംസും പാർട്ടും കണ്ടില്ലായിരുന്നോ? അപ്പോൾ അതുപോലെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? ടൈംസും പാർട്ടുമായിട്ട് എഴുതാനായിട്ട് റെഡി അല്ലേ? നോക്കിയാൽ എങ്ങനെയാന്ന് മക്കളെ, ഈ പാത്രങ്ങൾ നോക്കിക്കേ. ഇത് 10 ലിറ്ററും ഇത് 15 ലിറ്ററുമാണ്. അപ്പോൾ ഇതിന്റെ എത്ര ടൈംസ് ആണ് ഇതൊന്നും ഇതിന്റെ എത്ര പാർട്ട് ഇതൊന്നും കണ്ടുപിടിക്കട്ടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് 10 ലിറ്റർ വെള്ളം കൊള്ളും, ഇതിനകത്തോ 15 ലിറ്റർ വെള്ളം കൊള്ളും. ഒന്നിനകത്ത് 10 ലിറ്റർ വെള്ളം കൊള്ളും, ഒന്നിനകത്ത് 15 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എത്ര ടൈംസ് ആയിരിക്കും ഇത് ഉണ്ടാവുകയെന്ന്, ഇതിന്റെ ഈ പാത്രത്തിൽ എത്ര പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ ഇത് നിറയുമെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കേ, ഇത് നമുക്കറിയാം, ഇത് 10 ലിറ്ററിന്റെ പാത്രമല്ലേ. അപ്പോൾ ഇതിനകത്ത് ഒരു വട്ടം ഒഴിക്കുമ്പോൾ എന്തായി മാറും? എത്ര വരെ വരും? ഇത് പറയുന്നത് എത്രയുണ്ട്? 10 ഉള്ളത്. അപ്പോൾ ഒരു വട്ടം ഒഴിക്കുമ്പോൾ എന്തുണ്ട്? ഒരു വട്ടം ഒഴിക്കുമ്പോൾ മക്കളെ, ഒരു വട്ടം ഒഴിക്കുമ്പോൾ 10 ഉണ്ട്. ഇനി ഒരു വട്ടം ഒഴിക്കുമ്പോൾ നിറഞ്ഞോ? ഒരു വട്ടം ഒഴിക്കുമ്പോൾ നിറഞ്ഞിട്ടില്ല. ഇനി എത്ര കൂടെ വേണം? ഇത്ര കൂടെ നിറയാൻ വേണം. അപ്പോൾ 10 ലിറ്റർ ഇങ്ങോട്ട് ഒഴിച്ചു, അപ്പോൾ ഇവിടെ 10 ആയി. ഈ പാത്രം നിറയാൻ ഇനി ഇത്രയും കൂടെ സ്പേസ് ഉണ്ട്. അപ്പം 10 ഒഴിച്ചപ്പോഴാണ് അത്രയും നിറഞ്ഞത്. അത്ര എല്ലാവർക്കും ക്ലിയർ ആയോ? ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നും കൂടെ മിസ് പറയാം, ഈ ഒരു ഭാഗത്തിലെ ഒരു കപ്പിലെ വെള്ളം ഇങ്ങോട്ട് എത്ര വട്ടം ഒഴിച്ചാൽ നിറയുമെന്നാണ് ചോദ്യം. അപ്പം ഇവിടെ ഒരു വട്ടം ഒഴിച്ചപ്പം ഇത്രയുമായി. അപ്പോൾ 10, ഇത് മൊത്തം 50 ലിറ്ററിന്റെ പാത്രമാണ്. അപ്പോൾ 10 ഒരു പ്രാവശ്യം ഒഴിച്ചപ്പോൾ 10, അപ്പോൾ നിറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി എത്ര കൂടി ഒഴിക്കണം? അപ്പോൾ ഇനി നമുക്ക് എത്ര കൂടിയാണ് വേണ്ടത്? 5 ലിറ്ററും കൂടെ വേണം. മൊത്തം 50 ലിറ്ററിന്റെ ക്യാനാണല്ലോ. അപ്പം 10 ഒഴിച്ചു, ഇത്രയായി. ഇനി നമുക്ക് 5ഉം കൂടെ വേണം. അപ്പോൾ 5ഉം കൂടി ഒഴിക്കണമെങ്കിൽ ഈ 10ന്റെ എത്ര ഭാഗമാണ് ഈ ബാക്കിയുള്ള 5 എന്ന് പറയുന്നത്? 10ന്റെ പകുതിയാണ്. 10ന്റെ പകുതിയും കൂടി ഒഴിച്ചാലേ ഇവിടെ നിറയുള്ളൂ. ക്ലിയർ ആയോ? വൺസ് അഗെയിൻ, ഈ 10ന്റെ ഒരു പാത്രം എടുത്ത് മിസ് ഇങ്ങോട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചപ്പോഴത്തേന് എത്രയായി? 10 അല്ലേ? 15ന്റെ പാത്രമാണെന്ന് ഓർക്കണം. അപ്പൊ ഇത് ഇത്രയായി. ഏകദേശം മിസ് എന്ന് പറയാം എത്രയാണ്. ഇത്രയും കഴിയുമ്പോൾ നിറഞ്ഞിട്ടില്ല, പാത്രം നിറഞ്ഞിട്ടില്ല. എത്ര കൂടെ വേണം? 15 ലിറ്റർ ആണ്. 10 ആയി. ബാക്കി ഇനി എത്ര കൂടെ വേണം? ആ 5ഉം കൂടെ വേണം. ആ 5 എന്ന് പറയുന്നത് ഇതിന്റെ എത്ര ഉണ്ടാവും? ഇതിന്റെ പകുതി. മൊത്തം 10 അല്ലേ? ഇത് മൊത്തം 10 ആണ്. ഇതിന്റെ പകുതി വെള്ളവും കൂടി ഒഴിച്ചാലേ ഇത് നിറയുള്ളൂ. അപ്പൊ 10ന്റെ പകുതി എത്ര? 10ന്റെ എത്ര കൂടെ വേണം? 10ന്റെ ഹാഫും കൂടെ വേണം. 10ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ലിറ്റർ. 1/2. അപ്പൊ മൊത്തം ഇതിന്റെ അകത്തുനിന്ന് എത്ര ടൈംസ് വെള്ളം ഒഴിച്ചത്? 1/2 പാർട്ട്. എത്ര ഭാഗം ഒഴിച്ചു? 1/2 പാർട്ട് ഒഴിച്ചു. വൺസ് അഗെയിൻ, ഇതൊരു 10 ലിറ്ററിന്റെ ഒരു ക്യാനായിരുന്നു. അതിനകത്ത് ഒരു വട്ടം ഒഴിച്ചപ്പോൾ 15 ലിറ്ററിന്റെ ഏകദേശം ഇത്രയായി. പിന്നെ ഒരു അര ഭാഗം കൂടി ഒഴിക്കണം, കാരണം 15 ആണ് വേണ്ടത്. അപ്പം 10 ഒഴിച്ചപ്പോൾ ഇത്രയായി. ബാക്കി 5ഉം കൂടി ഒഴിക്കണം അല്ലേ? അപ്പോൾ 5 ലിറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ 10ന്റെ എത്രയും കൂടെ വേണം? ഹാഫ് ഭാഗം കൂടെ വേണം. അതും കൂടി ഒഴിച്ചു. അപ്പം എത്ര ടൈംസ് ആണ്? ഇതിന്റെ എത്രയാണ്? 1.5 ആണ്. മക്കളെ, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് ഇതിനെ പറയാൻ പറ്റുമോ? അപ്പം നമ്മൾ ഇതിനെ എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെയായിരുന്നു പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കിയത്? ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫ്രാക്ഷന് പഠിച്ചതല്ലേ? അപ്പം 1 2s are 2, 2 + 1 is 3, 3/2. ഇത്രയാണ് ആൻസർ, 3/2. ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കണ്ടേ? ഈ 3/2 ടൈംസ് 3/2 ടൈംസ് ആണ്. 3/2 ടൈംസ്, അതായത് ഇതിന്റെ 3/2 ടൈംസ് ആണ് എന്ത്? 15 എന്ന് പറയുന്നത്. മക്കളെ, അത് എത്ര പാർട്ടായിരിക്കും നമ്മൾ എങ്ങനെ കണ്ടെത്തുക? എത്ര പാർട്ടായിരിക്കും? നമ്മൾ പറഞ്ഞു ഇത് ടൈംസ് ആണെങ്കിൽ പാർട്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്?
ടൈംസിന്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ റെസിപ്രോക്കൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് അറിയാവുന്ന ആ ക്ലാസ് കണ്ടോർക്കും അത് റെസിപ്രോക്കൽ എന്താണെന്ന് മനസ്സിലായവർക്കും മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. 3/2 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അതിനെ തല തിരിച്ചിടുന്നു. അപ്പോൾ അത് എന്തായി മാറുന്നു? 2/3. വാട്ട് ഈസ് ദി ആൻസർ? 2/3. അപ്പോൾ 3/2ന്റെ അതായത് 10ന്റെ 3/2 ടൈംസ് ആണ് 15 എന്ന് പറയുന്നത്. 15ന്റെ 2/3 പാർട്ടാണ് എന്ത്? 10 എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? വെരി സിമ്പിൾ ആണ്. വളരെ സിമ്പിളായ രീതിക്ക് നിശ്ചിത പാത്രമൊക്കെ വരച്ച് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ 1-2 പ്രാവശ്യം ഒന്നുകൂടെ നിങ്ങളൊന്ന് ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. മക്കളെ, നമ്മൾ ഉത്തരം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3/2 ടൈംസ് ഓഫ് 10 ദാറ്റ് ഈസ് 50. അല്ലെങ്കിൽ 10ന്റെ 3/2 ഈസ് ഈക്വൽ ടു 50. Then 2/3 of 15 is equal to 10 or 15ന്റെ 2/3 part is equal to 10. ഇപ്പൊ മനസ്സിലായോ?